എപ്പോൾ എത്തി? കുറച്ച് സമയം അവിടെ 10-15 മിനിറ്റേ കാണും. വന്ന കാര്യം പറ. നിങ്ങൾക്ക് ചായ പറയട്ടെ? വെയിറ്റർ. വേണ്ട വേണ്ട, പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. തിരക്കായിരിക്കുമല്ലോ. ആ പിന്നെ ഇവിടെ താമസമൊക്കെ എങ്ങനെയാ? താമസമൊക്കെ ഇവിടെ അടുത്താ. അവിടെ സൗകര്യം കുറവാണ്, അതങ്ങോട്ട് വരാൻ പറഞ്ഞു. ഒറ്റയ്ക്കായിരിക്കുമല്ലോ? അല്ല, ഗേൾ ഫ്രണ്ടുണ്ട് കൂടെ. ബാംഗ്ലൂർ എത്തിപ്പെടാൻ എന്ത് പാടാടാ. പൊരിഞ്ഞ വെയിലും ഒടുക്കത്തെ ദൂരവും പിന്നെ കാശ് ചിലവാണെങ്കിലോ അതും. തൻ്റെ അടുത്ത് ആരും ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെഴുന്നെല്ലാം പറഞ്ഞു. ഫോണിൽ കൂടെ പറയുന്ന കാര്യമല്ലേ ഉള്ളായിരുന്നു. എടാ അതല്ല, നിൻ്റെ അടുത്ത് നേരിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ പറയാം. ആദ്യം ഒന്ന് റിലാക്സ് ആകൂ. വേറൊന്നും അല്ലടാ, വീട്ടിലെ കാര്യം. വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ട്, ബന്ധുക്കളും നാട്ടുകാരും നമ്മുടെ ചെറിയച്ഛനൊക്കെ. എല്ലാവർക്കും നിൻ്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എത്രയെന്ന് വെച്ചാടാ അവർക്ക് ഞാൻ മറുപടി കൊടുക്കുന്നത്. മടുത്ത്. ഓ, അപ്പം അവരുടെയൊക്കെ വാടപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇപ്പം അങ്ങോട്ട് ക്ഷണിക്കുന്നത്. എടാ അങ്ങനെയല്ല. അത് പോട്ടെ, എൻ്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? പഠിത്തമൊക്കെ നന്നായിട്ട് പോകും. നാട്ടിലെ പോലെ അല്ലേ ഇവിടെ. ഇവിടെ ആടെ മുമ്പ് തലോനിച്ചിരിക്കണ്ട, അവിടെ തല്ലും കൊള്ളണ്ട. വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന ട്രോമയുടെ 4-1 ആൾക്കാർ ഇവിടെ തെറാപ്പി എടുക്കും. അയാൾ വെള്ളം അടിച്ചിട്ട് വന്നിട്ട് തല്ലണേൻ്റെ മണം ഇപ്പോഴും എൻ്റെ മൂക്കിലുണ്ട്. എനിക്ക് ആ വീട് ആലോചിക്കുന്നത് തന്നെ ഇഷ്ടമല്ല. ഞാൻ അങ്ങോട്ടേക്കില്ലേ. എടാ നീ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാവും. പക്ഷേ നിനക്കറിയാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ അമ്മയുടെ കാര്യം. എടാ നീ വിചാരിക്കുന്ന പോലെ നമ്മുടെ അമ്മ ഒരു ഹോസ്പിറ്റൽ വാർഡിൽ കിടന്നല്ല മരിച്ചത്. അമ്മ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ്റെ മടിയിൽ കിടന്നാണ് മരിച്ചത്. ആ സമയത്ത് അപ്പൻ്റെ അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്താത്തത്. അല്ലാതെ നിന്നോട് ചെയ്ത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. പിന്നെ കാര്യങ്ങൾ പഴയതുപോലെ ഒന്നും അല്ലടാ. എല്ലാ റെസ്പോൺസിബിലിറ്റി എൻ്റെ മണ്ടയ്ക്കാണ്. പണ്ടെനിക്ക് നീയെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പം അപ്പനും പോയി, നീയും ഇല്ല. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് വയ്യടാ. എനിക്കറിയില്ല എന്ത് ചെയ്യണം. അല്ലാതെ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേട്ടൻ്റെ അടുത്ത് എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. അതിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. അപ്പം നിന്നോട് ചെയ്തതൊക്കെ നീ ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നീ ക്ഷമിക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കടാ. അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും ഒന്ന് നാട്ടിലോട്ട് പോവാ. എന്നിട്ട് ആ ചടങ്ങൊക്കെ ഒന്ന് ചെയ്ത് തീർക്ക്. എന്നിട്ട് നീ ബാംഗ്ലൂർക്കോ എവിടെയാന്ന് വെച്ചാൽ നീ പൊയ്ക്കോ. നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ. പക്ഷെ പ്രാവശ്യത്തേക്കൊന്ന് കാണാം. ഞാൻ വരാം. പിന്നെ ഇന്ന് പോകുന്നുണ്ടോ? അടുത്ത വണ്ടിക്ക് തന്നെ പോവും. നാട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നീ ഇന്ന് എൻ്റെ കൂടെ വരുന്നുണ്ടോ? അതോ? ഇല്ല, പോയിട്ട് വിളിച്ചാൽ മതി. ഞാൻ വരാം.